ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഒരു പുതിയൊരു പങ്ക്തിയുമായിട്ടാണ് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ്. കുറച്ച് നല്ല ടിപ്സ് എന്നുള്ളതിനുപരി നമുക്ക് മുഖം നിറം വർദ്ധിപ്പിക്കുവാനും അതുപോലെ യാത്രകളൊക്കെ ചെയ്തിട്ട് നമ്മുടെ സെല്ലെല്ലാം ഡെഡ് സെല്ലൊക്കെ ഉണ്ടാകാറുണ്ട്, അത് മാറുവാനും നമ്മുടെ സ്കിന്നിനൊരു റിഫ്രഷിങ് നൽകുവാനും ഒക്കെ ആയിട്ട് പറ്റുന്ന, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ അത് ഫുള്ള് ക്ലെൻസ്, അതിൻ്റെ ആദ്യം തൊട്ട് ലാസ്റ്റ് ആ ഒരു 3-4 സ്റ്റേജാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ഫേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ പാക്ക്, അതുപോലെ ക്ലെൻസിങ്, സ്ക്രബ്, അതുപോലെ പിന്നെ നമ്മൾ അല്ലാതെ ചെയ്യുന്നതാണ് സ്റ്റീം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഇടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ഫേഷ്യലിന് ചെല്ലുമ്പോൾ ചെയ്യുന്നത്. അവർ മസാജ് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യും, പിന്നീട് ആദ്യം ബ്ലീച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലീച്ച് നമ്മളിപ്പം ഒരു ഫേഷ്യൽ നമുക്കത് വീട്ടിൽ ചെയ്യാവുന്ന ബ്ലീച്ചും അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ബ്ലീച്ച് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഓവറായിട്ട് വരുന്ന ഹെയർ ഗ്രോത്ത് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടും കുറച്ചും കൂടി കളർ കൂടുതൽ തോന്നിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. സൗന്ദര്യത്തിന് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നത് ഒരു ഫേഷ്യലിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ്. ആദ്യം മുഖം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം തണുത്ത പാലും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഒരു കോട്ടൺ തുണിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടനകത്ത് എത്ര വേണം എന്നുള്ളതനുസരിച്ച് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും അതിലേക്ക് സെയിം അളവിൽ പാലും കൂടി എടുക്കുക. നിങ്ങൾക്കറിയാം, പാലിനകത്താണെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡൊക്കെ ശരിക്കും ആ ഒരു നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലൊരു ഏജൻ്റാണ് പാലെന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് മുഖത്ത് നന്നായിട്ട് തുടയ്ക്കുക. മുഖം നന്നായിട്ട് തുടച്ച് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തൊന്ന് തുടച്ച് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ജ്യൂസ് തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഉരുളക്കിഴങ്ങ് ജ്യൂസ്, അതിലേക്ക് പഞ്ചസാര, പിന്നെ പാല്, ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പാലും ഉരുളക്കിഴങ്ങുമാണ് ഞാൻ ബേസിക്കായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ പഞ്ചസാരയും അതുപോലെ രണ്ടാമതായിട്ട് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ്, പിന്നെ പാല്, പിന്നീട് പഞ്ചസാര, ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആവാനും അതുപോലെ നമ്മുടെ ചർമ്മത്തിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അഴുക്ക് നമ്മൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ കുറച്ച് അഴുക്കുകളൊക്കെ പോയിട്ടുണ്ടാകും. പിന്നീട് നമ്മുടെ വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് ജ്യൂസും പാലും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് അതൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റീം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം സ്റ്റീമറൊക്കെ ഓൾറെഡി വീടുകളിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റീമറിൽ ഒരു 5 to 7 മിനിറ്റ് വരെ നമുക്കൊന്ന്, അല്ലെങ്കിൽ 5 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് ഈ കൂടുതൽ മൂക്ക്, അതുപോലെ ഈ ഭാഗം ഇവിടെ, കാര്യം ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് വരാനുള്ള സാധ്യതയുള്ളത് ഈ ഇത്ര ഭാഗങ്ങളിലാണ്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഫേസിൽ തന്നെ ഓൾറെഡി കൂടുതലായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു ബ്ലാക്ക് ഹെഡ് റിമൂവറൊക്കെ ഓൾറെഡി കാണും. അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് തുടച്ച് മാറ്റുക. അതിനുശേഷം നമുക്ക് ഫേസ് പാക്കാണ് ഇടേണ്ടത്. അപ്പോൾ ഫേസ് പാക്കിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നീരും മുൾത്താണി മിട്ടിയുടെ പൗഡറും, അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും, പാലും, നാരങ്ങാനീരും, റോസ് വാട്ടറും, ഇത്രയും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്, മുൾത്താണി മിട്ടിയുടെ
പൗഡർ, മുൾട്ടാണി മീട്ടിയുടെ പൗഡറും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും നാരങ്ങാനീരോ റോസ് വാട്ടറോ ഇതിലേതെങ്കിലും ഒന്ന് മതി. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു തിക്ക് പേസ്റ്റാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുക. 15 to 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറ്റാർ വാഴയുടെ ജെല്ല്, അത് ഞാൻ എല്ലാ രീതിയിലും ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ എവിടെ ഇപ്പം ഒരു പാർലറിൽ പോയി തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിൽ വന്ന് ഉടനെ തന്നെ നിങ്ങൾ ഫേസിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ തന്നെ ബ്യൂട്ടി പാർലറിൽ തന്നെ ചോദിക്കുക, ജെല്ല് ഏതെങ്കിലും ഒന്ന് മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ജെല്ലോ യൂസ് ചെയ്ത് മുഖം ഒന്ന് ഫിനിഷ് ചെയ്തേക്കണം. അതാണ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും ഈ ഫേസ് പാക്ക് ഇടുക. 15-20 മിനിറ്റിന് ശേഷം മുഖം ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം കറ്റാർ വാഴ ജെല്ലിൽ കുറച്ച് റോസ് വാട്ടറും ഒലീവ് ഓയിലോ മറ്റോ യൂസ് ചെയ്തിട്ട്, ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഏതാണോ അത് ഒന്ന് മിക്സ് ചെയ്യുക, മുഖത്ത് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോകളുമായി, ബ്യൂട്ടി ടിപ്സുകളുമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ, അതുപോലെ നമുക്ക് പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ പല്ലിലെ കറ മാറ്റുന്ന, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, ഇങ്ങനെയുള്ള നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു പരിഹാരവുമായിട്ട് ഇനിയും ഈ ചാനലിൽ നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾക്കുമായിട്ട് കാത്തിരിക്കുക. താങ്ക് യു. ബൈ.